വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സായാഹ്ന വേളയിൽ കോടകുഞ്ഞി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ 82ാമത് യോഗത്തിൽ ആയിരിപ്പാൻ വലിയവനായ ദൈവം കൃപ ചെയ്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനവധി സങ്കീർണത നിറഞ്ഞ ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ കാലികമായുള്ള സുവിശേഷത്തിൻ്റെ പ്രസക്തി ഈ നാളുകൾ നമ്മെ ഓർപ്പിക്കുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടുകൂടി ഈ 2ാം ദിനത്തിലെ കൺവെൻഷൻ നമുക്ക് ആരംഭിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യവും അനുഗ്രഹവുമായ സായാഹ്ന വേളയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. പിന്നിട്ട 81 വർഷക്കാലം അനുഗ്രഹത്തോടെ ദേശത്തെ ഉണർത്തുവാനും മാനസാന്തരത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാനും ഈ കൺവെൻഷനെ പ്രാപ്തമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അനവധി പ്രസംഗകർ ആയതുപോലെ അനവധി ശുശ്രൂഷകരൊക്കെയും ഈ വേദിയിലായിരിക്കാനും ദേശത്തോട് കർത്താവിൻ്റെ ജീവൻ്റെ വചനം പറയുവാനും ദൈവം തൻ്റെ മക്കളെ ഒരുക്കിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ ഞങ്ങൾ വളരെയേറെ ഭാരങ്ങളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും വലിയവനായ ദൈവത്തിൻ്റെ അദൃശ്യകരം ഞങ്ങളുടെ ഈ കൺവെൻഷൻ്റെ മേലും ഇതിൻ്റെ സംഘാടക കമ്മിറ്റിയുടെ മേലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ, മധ്യസ്ഥ പ്രാർത്ഥന, ഗാനങ്ങളൊക്കെയും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായിരിക്കാൻ സഹായിക്കണമേ. തുടർന്നുള്ള 3 ദിനങ്ങളും വളരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയും അനുഗ്രഹവും ഈ കൺവെൻഷൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചാരംഭിക്കട്ടെ. കൃപ പകരണം. സകലവും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കൊയർ ഇപ്പോൾ ചില ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിക്കുന്നതാണ്. അതിനായിട്ട് അവരെ ക്ഷണിക്കുന്നു. Amen.
വരുവതിൻ താമസമേറെയില്ല.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ശ്രീ വർഗീസ് പി ജോൺ അവരുകളെ ക്ഷണിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വണക്കാം. അതിനു മുൻപായിട്ട് വിശുദ്ധ വചനത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ 12-ാം സങ്കീർത്തനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു, കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാൻ ആർ എന്നവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവയെ നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ഈ വർഷത്തിൻ്റെ സമാപന സമയങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദിവസം, കൊടുവളഞ്ഞി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ 2ാമത്തെ ദിവസം, ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒരുമിച്ച് ഈ പരിശുദ്ധ ആലയത്തിൽ കടന്നു വരുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞൊരു വർഷകാലം നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം ലിസംബരെയും ചെയ്തു പോയ അടിയൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല കുറവുകളെയും കുറ്റങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അടിയൻ ഈ സമയം ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുന്നു. കർത്താവെ, അടിയൻ ഇവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതലായി തീരുവാൻ ദൈവമേ നേടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ വളരെ പ്രാർത്ഥനയോടും താല്പര്യത്തോടും ആരംഭിച്ച ഈ കൺവെൻഷൻ ഈ തലമുറയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇത് നടത്തുവാൻ ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിക്കുമ്പോൾ ദൈവമേ, അത് ഈ വർഷം ഈ കൺവെൻഷൻ എങ്ങനെ നടത്തുമെന്നൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ടെങ്കിലും ഈ മാധ്യമത്തിൽ കൂടെ ഈ കൺവെൻഷൻ നടത്തുവാൻ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങൾ കേൾക്കുന്ന വചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾക്കായി സ്തോത്രം. അത് അനേകരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനിയായി വിളഞ്ഞല്ലോ. ഈ ദേശത്ത് നിന്നും അനേകർ കർത്താവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ ദൈവം ഇടയാക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഖ്യ സന്ദേശനായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മേജർ ജസ്റ്റിൻ രാജ് സാറിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഇടയാക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വായിച്ച സങ്കീർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു. ഇന്ന് ഭക്തന്മാരില്ലാതെ പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ ലോക ഇമ്പങ്ങളുടെ പുറകെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ ലാസറിൻ്റെയും ധനവാദിൻ്റെയും വചനം ഇവിടെ ശക്തമായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് നമ്മളോട് പറയുകയാണ്. ധനവാൻ ലോക ഇമ്പങ്ങളുടെ പുറകെ പോയി, എന്നാൽ നിത്യത അവൻ അവകാശമാക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ലാസർ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയം ജീവിച്ചപ്പോൾ അവൻ അബ്രഹാമിൻ്റെ പർദീസിൽ എത്തപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് വിശ്വസ്തന്മാർ ഒരു ഭാഗത്തും ഇല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരോടെങ്കിലും നമ്മൾ എവിടെ പോവാണെന്ന് ചോദിച്ചാൽ അവർ നമ്മളോട് പറയുന്നുണ്ട് ഇവിടെ വരെ പോവാണെന്ന് പറയും. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ ചെങ്ങന്നൂർ ചെന്ന് നോക്കിയാൽ അവിടെ കടയിൽ നിൽക്കുന്ന കാണാം, ഇല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ നിൽക്കുന്ന കാണാം, അല്ലെങ്കിൽ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നിൽക്കുന്ന. എന്നാൽ നമ്മളോട് പറയുന്നത് എന്താണ്? ഇവിടെ വരെ പോവുകയാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ബാങ്കിൽ ചെന്നാൽ അവിടെ നിൽക്കുന്ന കാണാം. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇന്ന് മനുഷ്യൻ കള്ളം പറഞ്ഞ് ലോകത്തിൽ എന്തോ നേട്ടത്തിൻ്റെ പുറകെ ഓടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവമക്കളെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം അത് ഏറ്റവും അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണത്തോടെ ജീവിപ്പാൻ, നിത്യതയെ അവകാശികളായി തീർപ്പാൻ നമുക്ക് എല്ലാവർക്കും ഈ വചനകേൾ മൂലം ഇടയായി തീരേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ തൽക്കാലം നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ലാസർ അനുഭവിച്ചുള്ള ഭാരങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കും. അത് നമ്മൾ ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ അവർക്ക് നിക്ഷേപങ്ങളൊന്നും സമ്പാദിച്ചു വെച്ചില്ലെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിച്ചാലും നിന്ദിച്ചാലും ദൈവം നമ്മളെ എക്കാലവും നമ്മളെ വിടുവിക്കും. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് നമ്മുടെ കാലം കഴിഞ്ഞു പോയാലും നമ്മുടെ തലമുറകൾക്ക് നമ്മൾ വെച്ചേക്കുന്ന വലിയൊരു നിശ്ചയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുൻകാലങ്ങളിൽ ഈ പ്രദേശമൊന്നുമില്ലാത്ത അവസരങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ കണ്ണുനീരോട് ഇവരുടെ ആലയങ്ങളിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അത് മനസ്സിലാക്കി ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും
ഈ ശുശ്രൂഷകൾ വലിയൊരു വിടുതലായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗങ്ങളിലും ഭാരങ്ങളിലും കഷ്ടങ്ങളും ഒക്കെ ആയിരിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ ആയിരിക്കുന്ന ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്നല്ലോ, പൂർണ്ണമായിട്ടുള്ള വിടുതലും സൗഖ്യവും ദൈവം അദ്ദേഹത്തിന് നൽകി ആലയത്തിൽ കടന്നു വന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ അതിന് ശുശ്രൂഷയ്ക്കായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട എല്ലാ അച്ഛന്മാരെയും എല്ലാ ശുശ്രൂഷകരെയും സുവിശേഷകരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ക്രൈസ്തവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയെമ്പാടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന എല്ലാ സുവിശേഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മഹാമാരിയെ ഒന്ന് ശമിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ പാർക്കുന്ന സ്ഥലത്തു നിന്ന് അത് പൂർണ്ണമായിട്ട് വിട്ടുമാറി സാധാരണ ജീവിതം ജനങ്ങൾ നയിക്കേണ്ടതിന് ആരാധനാലയങ്ങളൊക്കെ വീണ്ടും തുറക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവസരം അടുത്ത വർഷം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണെന്ന് അടുത്ത നിമിഷം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന അവസരം ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഒന്നുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാം. പാട്ടിൻ്റെ ഒരു ചരണം ഞാൻ ഈ സമയത്ത് പാടുകയാണ്. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അതേ ദൈവമക്കളെ, നമ്മളൊരു ദൈവത്തിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ഈ ലോകത്താരെയും രക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മുടെ കുടുംബത്തെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ലജ്ജകൂടാതിരേക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ദേശക്കാരും ഒരുമിച്ച് കാണപ്പെടുവാൻ ദൈവത്തിൻ്റെ ഇന്നത്തെ വചന ശുശ്രൂഷ മൂലം നമുക്കിടയാകട്ടെ എന്ന് ഫലമാർത്ഥമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, ഈ ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു. ഈ വയ്യവേളയിൽ ഈ ആലയത്തിൽ കടന്നു വന്ന് തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഈ 2020 ആരംഭത്തിൽ സമരയും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എത്രയോ പേര് ആരോഗ്യമുള്ളവർ ഏതെല്ലാം അസ്വസ്ഥകളാൽ ഭാരപ്പെട്ട് കർത്താവേ. ദൈവം ഞങ്ങൾക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം നീക്കുപോക്കുകൾ തന്ന് ഈ അവസാനം കാണുവാൻ ദൈവരിക്ക് മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 81 വർഷക്കാലം ഈ ദേശത്ത് ഈ വചനം വാരി വിതറുവാൻ ദൈവം തക്ക സമയത്ത് എൻ്റെ ഭക്തന്മാരെയൊക്കെ ഒരുക്കി തോർത്ത് അങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ. കഴിഞ്ഞ വർഷവും ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി സ്തോത്രം. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ വചനം പറയുന്ന ബഹുമാനപ്പെട്ട മേജർ ജസ്റ്റിൻ രാജ് സാറിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹം ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് വാരി വിതറുവാൻ അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ രണ്ടാമത്തെ വരവ് വരെ ഈ കൺവെൻഷൻ എക്കാലവും നടത്തിക്കൊണ്ട് പോകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ അച്ഛന്മാരെയും എല്ലാ കമ്മിറ്റിക്കാരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഇടവയെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. രോഗങ്ങളാൽ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ വിധേയനായി ആശുപത്രിയിൽ കഴിയുന്ന സഹോദരനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളറിയാത്ത എത്രയോ പേര് ഇതുപോലെ മരണത്തോടെ മല്ലടിക്കുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ദൈവ ആശ്വാസം നൽകേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹാമാരിയെ ദൈവം നിയന്ത്രിക്കണമേ. എത്രയും പെട്ടെന്ന് ആരാധനാലയങ്ങളൊക്കെ തുറക്കുവാനും സാധാരണ ജീവിതകാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിനായിട്ട് സ്വർഗം അനുവദിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന ഒരു കാലത്ത് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിനായിട്ട് സമർപ്പിച്ച് നമുക്ക് ജീവിക്കാം. നമ്മുടെ തലമുറകളെ ദൈവസരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഒന്നുകൂടെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ ദേശത്തെ വിടുവിക്കണമേ. മാരകമായ രോഗങ്ങളും ദേശത്തെ വിടുവിക്കണമേ. കർത്താവെ, ഒരു കുടുംബത്തിൽ പോലും അസ്വസ്ഥമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ വിധജാതി മതസ്ഥരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുന്ന ഭവനങ്ങളിലിരുന്ന് കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനം അവർ കേൾക്കുമ്പോൾ വലിയൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ചില രൂപാന്തരങ്ങൾ ഉണ്ടാകുവാൻ, രോഗികളായിട്ടിരിക്കുന്നവർക്ക് സൗഖ്യം ഉണ്ടാകുവാൻ, മക്കളെ ഓർത്ത് വിഷമിക്കുന്നവർക്ക് ചില സമാധാനം ഉണ്ടാകുവാൻ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി ലഭിപ്പാൻ, കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുവാൻ, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവർ ഒന്നുകൂടെ ദൈവത്തോട് അടുത്ത് ജീവിപ്പാൻ ഈ വചനത്തിൻ്റെ ശുശ്രൂഷമെല്ലാം ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പാവപ്പെട്ട അടിയനും ഒരു സമയം ഈ വചനം വന്ന് പറയുവാൻ തന്ന ദൈവത്തിൻ്റെ അവസരത്തിനായി സ്തോത്രം. അത് അടിയനും അടിയൻ്റെ തലമുറയ്ക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. അല്പസമയങ്ങൾ ഞങ്ങളുടെ അങ്ങയുടെ സന്നിധിയിലിരിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷകളോട് കേൾക്കണമേ. ആമേൻ.
കൂടുകുളഞ്ഞി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ 82ാമത് യോഗത്തിൽ രണ്ടാമത്തെ ദിനത്തിൽ ഇവിടെ അധ്യക്ഷനായിരിപ്പാൻ്റെ കോണം എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ നന്ദി അറിയിക്കുന്നു. ഈ കൺവെൻഷൻ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എക്യൂമിനിസത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എല്ലാവരും തനത് സഭകൾ അവരിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ 82 വർഷക്കാലമായി സമീപ പ്രദേശത്തുള്ള കത്തോലിക്ക, ഓർത്തഡോക്സ്, CSI, മാർത്തോമ, രക്ഷാസൈന്യം എന്നീ സഭകളെ ഉൾപ്പെടുത്തി കൂടുകുളഞ്ഞിയുടെ ക്രൈസ്തവ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ ഇന്ന് നിലനിന്ന് പോകുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ വരവരെയും ഈ സുവിശേഷ ഘോഷണത്തിന് ഭംഗം വരാതെ നിലനിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. 82ാമത് കൺവെൻഷനുകൾ ധാരാളം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഈ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യപ്പെടുന്നത്. ചിലർ വിചാരിക്കും ഇങ്ങനെ ഒരു കൺവെൻഷൻ്റേതായുള്ള ആവശ്യകത ഈ നാളുകൾ ഉണ്ടോ എന്ന്. എന്നാൽ സുവിശേഷ പ്രഘോഷണം എപ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അതിൽ പൂർണ്ണമായുള്ള വിജയം വരുപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകം മുതൽ അവസാന പുസ്തകങ്ങൾ വരെ പരിശോധിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ അത് ഉയർത്തുന്ന ആവശ്യകത നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. നോഹയുടെ പ്രസംഗ പരമ്പര ആരംഭിക്കുമ്പോൾ അത് കേൾക്കുവാനും അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുവാനും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അവഗണിക്കപ്പെടുകയും പുറന്തള്ളപ്പെടുകയും ആയതുപോലെ തന്നെ കളിയാക്കി വെക്കുകയും ചെയ്തു നോഹ എന്ന സുവിശേഷ പ്രസംഗകനെ. എന്നാൽ ജലപ്രളയത്തിൻ്റെ കാലഘട്ടം ആയപ്പോഴാണ് ആ സുവിശേഷത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. ഇന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഏലിയാവ് ആഹാബിൻ്റെ ഇസബേലിൻ്റെയും കാലഘട്ടത്തിൽ തൻ്റേതായുള്ള സുവിശേഷ ഘോഷണം രാജ്യത്തിന് വെല്ലുവിളിയായിത്തീരുമെന്ന് അവർ മനസ്സിലാക്കുകയും ഏലിയാവിനെ കൊല്ലുവാൻ തക്കവണ്ണം ധാരാളം പേരെ വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. ദേശത്ത് കൊടിയ ക്ഷാമമായിരുന്നു, നദികളൊക്കെയും വറ്റുവരുണ്ട്. ആ സമയത്തും ഏലിയാവിൻ്റെ തൻ്റെ പ്രഘോഷണത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തൻ്റേതായുള്ള കാരണങ്ങൾ കണ്ടെത്തിയെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായുള്ള പ്രേരണ മുഖാന്തരം താൻ അതിലെ വിജയം വരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പിന്നീട് നോഹയുടെ പുസ്തകത്തിലേക്ക്, യോനായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിനവയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ നിയോഗം യോനയ്ക്ക് ലഭിച്ചപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടപ്പെടുന്നു. എന്നാൽ കൽപ്പിച്ചാക്കിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും 3-ാം നാൾ ആ നിനവയുടെ സമീപത്ത് തന്നെ താൻ കടന്നു ചെല്ലുകയും ചെയ്യുന്നു. അവിടെ ആവണക്കിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ തന്നെ തന്നെ വിലയിരുത്തിയപ്പോൾ തൻ്റെ പ്രസംഗ പരമ്പര ഇനി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു. അത് മുഖാന്തരമായിട്ട് നിനവേ പട്ടണത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം യോനയ്ക്ക് കഴിയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഏത് വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് ഘോഷണത്തിലേക്ക് നാം കടന്നു വരുമ്പോഴാണ് നമുക്ക് അതിൽ വിജയം വരുപ്പാൻ സാധിക്കുന്നത്. കോവിഡ്-19 ഈ കാലഘട്ടത്തിൽ കൊറോണ ബാധിതരായ പല ആൾക്കാരും, ധാരാളം ആൾക്കാർ മരണപ്പെട്ടു. ഇന്നും ഭീതിയുടെ നിഴലിൽ കാണപ്പെടുന്നു.
എങ്കിലും ദൈവമക്കൾക്ക് പ്രത്യാശ നൽകുന്നത് വലിയവനായ ദൈവം ഇതിനൊരു നീക്കുപോക്കുണ്ടാകും എന്നുള്ള ആ ഒരു ആശ്വാസത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പൗലോസും ശീലാസും തടവറയിലായിരുന്നപ്പോഴും ആ തടവറയിലും അവരുടെ ഗാനത്തിനോ അവരുടെ പ്രാർത്ഥനയ്ക്കോ ഭംഗം വന്നില്ല. റോമിലെ ഇരുണ്ട കാരാഗ്രഹത്തിലിരുന്നു കൊണ്ട് ക്രിസ്തുവെന്ന പ്രത്യാശയുടെ പൊൻവെളിച്ചത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് കടന്നു വരുവാനുള്ള ആ പുതുയുഗ പുലരിയെക്കുറിച്ച് തൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതുമ്പോൾ പൗലോസ്ലീഹ എത്ര ആനന്ദം കൈവരിച്ചു എന്ന് നാം ഈ നാളുകളിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതു സാധ്യതകൾ നവമാധ്യമങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ കൂടി സുവിശേഷം അറിയിക്കുവാൻ ദൈവം തന്നെ നമുക്ക് ഒരു കാരണമൊരുക്കിയിരിക്കുകയാണ്. ഇത് ധാരാളം ആൾക്കാർ കേൾക്കുവാനും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനും സൗഖ്യത്തിൻ്റെയും പ്രത്യാശയുടെയും അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഈ കൺവെൻഷൻ ഇടയാക്കട്ടെ എന്ന് ആവർത്തിച്ചുകൊണ്ട് എൻ്റെ മുഖവരിയിൽ നിന്ന് ഞാൻ ഉപസംഹരിക്കുന്നു. ഇന്ന് ഇവിടെ മുഖ്യപ്രസംഗനായിട്ട് കടന്നു വന്നിരിക്കുന്നത് സാൽവേഷൻ ആർമിയുടെ മാവേലിക്കര ഡിവിഷൻ്റെ ഡിവിഷൻ കമാൻഡറായിരിക്കുന്ന മേജർ ജസ്റ്റിൻ രാജ് അവറുകളാണ്. കേരളത്തിലെ രക്ഷാസൈന്യത്തിൻ്റെ 14 ഡിവിഷനുകളുണ്ട്. 14 ഡിവിഷനിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഡിവിഷൻ കമാൻഡറാണ്. വളരെ നേരത്തെ തന്നെ അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു ശുശ്രൂഷകനാകുവാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് അദ്ദേഹം സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ആയതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ആളായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിൻ്റെ പ്രദേശത്തു നിന്നാണ് വടക്കൻ മലബാറിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദീർഘനാളുകൾ കാണപ്പെട്ടതിന് ശേഷം മാവേലിക്കരയുടെ മണ്ണിലേക്ക് കടന്നു വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിലുള്ള പഠനങ്ങളും ആയതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയോഗത്താൽ നമുക്ക് ലഭിക്കുന്ന ആലോചനകളും ഇന്ന് രാത്രികാലം നമ്മുടെ കേൾവിക്കാർക്ക് അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇന്നത്തെ സുവിശേഷ ഘോഷണത്തിന് കടന്നു വന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹത്തിന് സ്വാഗതം പറയുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ കൊയറൊരു ഗാനം ആലപിക്കുന്നതാണ്. അതിനുശേഷം മേജർ ജസ്റ്റിൻ രാജ് അവറുകൾ നമ്മോട് ദൈവവചനം സംസാരിക്കുന്നതാണ്. I
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുവാനാകട്ടെ. ഈ അനുഗ്രഹമേറിയ നിമിഷങ്ങളിൽ ഇപ്രകാരം നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ അതിയായിട്ട് സന്തോഷിക്കുന്നു. കോടുകുളഞ്ഞി പ്രദേശത്തിൻ്റെ ആത്മീയ സംസ്കാരമായി, ആത്മീയ അഴകും അനുഗ്രഹവുമായി നിൽക്കുന്ന ഐക്യ പരിശുദ്ധ കൂട്ടായ്മകൾ 82ാമത് കൺവെൻഷന്റെ അനുഗ്രഹാനുഭവങ്ങളിൽ നമ്മൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധത്തിലൂടെയുള്ള ആത്മീയ ഒത്തുചേരലുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളെവിടെയാണെങ്കിലും ഈ ശുശ്രൂഷകളിലൂടെ യേശുവിൻ്റെ നാമത്തിൽ ഒരേ മനസ്സിലും ഒരേ ചിന്തയിലും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണപ്പെടുകയാണ്. ഇങ്ങനെ ഒരു ശുശ്രൂഷ ക്രമീകരിച്ച് പോയ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങളുടെ ഓർമ്മയിൽ 82ാമത് ഐക്യ കൺവെൻഷന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ നടത്തിപ്പുകാർ, മറ്റു ഭാരവാഹികൾ ഇതിനുവേണ്ടി വളരെ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദേശത്തിന്മേൽ ദൈവത്തിൻ്റെ കാവലും കരുതലും ഉണ്ടാകട്ടെ. നമ്മുടെ സാക്ഷി ജീവിതങ്ങൾ അനുനിമിഷം ക്രൈസ്തവ ദർശനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലത്തിലൂടെ നമ്മൾ പോവുകയാണല്ലോ. എന്നാൽ ഈ കാലങ്ങളെ അതിജീവിക്കുവാൻ, പ്രതിരോധിക്കുവാൻ ദൈവശക്തിയാൽ നമ്മൾ നിറയപ്പെടട്ടെ. ലോക സമാധാനത്തിനും ലോകത്തിൻ്റെ സൗഖ്യത്തിനും വേണ്ടി ഒരു ക്രൈസ്തവൻ എന്നുള്ള നിലയ്ക്ക് പ്രാർത്ഥിക്കേണ്ടതും അതിനായി യത്നിക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഈ ശുശ്രൂഷകളിലൊക്കെ അങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുക ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം 137-ാം സങ്കീർത്തനമാണ്. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിനൊരു പേര് നൽകിയാൽ അതിപ്രകാരമായിരിക്കും പ്രവാസം. 137-ാം സങ്കീർത്തനം, അതിൻ്റെ ഓരോ വരികളിലും അടങ്ങിയിരിക്കുന്ന ദുഃഖം നമ്മൾ പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രവാസ ജീവിതത്തിൻ്റെ പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു സമൂഹം ഇസ്രായേൽ ജനത എത്രയെത്ര നാളുകൾ, എത്രയെത്ര ഭരണാധിപന്മാരുടെ കീഴിൽ പ്രവാസത്തിന്റെ കനലെരിയുന്ന നാടുകളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഒരു ജനസമൂഹം ഇസ്രായേൽ. പ്രവാസ ജീവിതം അവരുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ കവർന്നെടുത്തിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ നന്മകളെ കവർന്നെടുത്ത പ്രവാസ ജീവിതം. അന്യന്റെ പട്ടണങ്ങൾ ഓടി പിടിപ്പിക്കുവാൻ വിയർപ്പൊഴുക്കേണ്ടി വന്ന പ്രവാസ കാലഘട്ടം. അന്യന് ചരിത്രം രചിക്കുവാൻ തങ്ങളുടെ ജീവിതത്തിന്റെ കായികപരത്തെ അടിയറവ് വെക്കേണ്ടി വന്ന പ്രവാസ ജീവിതത്തിന്റെ നാട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരാശയുടെയും വേദനയുടെയും പ്രയാസങ്ങളുടെയും നാളുകളായി ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലെ പ്രവാസ കാലഘട്ടം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ വിവിധമുള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോൾ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്ന, വല്ലാതെ അസ്വസ്ഥമാക്കിയ ഒരു കാര്യമാണ് അവർക്ക് നഷ്ടമാകുന്ന ദേവാലയ ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവർക്ക് നഷ്ടമായി പോകുന്ന ദേവാലയ ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. അവരുടെ യെരൂശലേം ദേവാലയത്തിന്റെ പടവുകൾ
യെരൂശലേം ദേവാലയത്തിന്റെ ആരാധനയുടെ സന്തോഷം, യെരൂശലേമുമായി ബന്ധപ്പെട്ട ആത്മീയ അനുഭവങ്ങളുടെ നിറവ് നഷ്ടമാകുന്നതിന്റെ വേദന പലപ്പോഴും അവരുടെ ജീവിതത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അവർക്ക് ഏറ്റവും ഭാരമേറിയതാണ് അവർക്ക് നഷ്ടമാകുന്ന ദേവാലയ ബന്ധത്തെക്കുറിച്ചുള്ള വലിയ വേദനയാണ്. നമ്മൾ നിൽക്കുന്ന ഈ വർത്തമാന കാലഘട്ടം ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഒരുപക്ഷെ ദേവാലയങ്ങളിൽ നിന്ന് അല്പമൊന്ന് അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യമായിട്ട് ഇന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. കുറച്ചു പേർക്കെങ്കിലും, ഒത്തിരി ആളുകൾ ദേവാലയങ്ങൾ കൂടാൻ പറ്റില്ല. നമ്മുടെ സജീവമായ ആരാധനകൾ പലതും നടക്കാതെ പോകുന്നു. ഇന്നൊരു പക്ഷേ ഈ വിധത്തിൽ നമ്മൾ ഈ കൂട്ടായ്മയുടെ ആ സ്നേഹാനുഭവങ്ങളെ നിലനിർത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമുക്കൊരുമിച്ച് കൂടി വരുവാൻ കഴിയാറില്ല. അങ്ങനെ ആ ദേവാലയ ബന്ധങ്ങളിൽ നിന്ന് അല്പമൊന്ന് അകന്നു നിൽക്കേണ്ട ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസങ്ങളെ നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. ആ ദേവാലയത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അകന്നു നിന്നാലും നിൽക്കേണ്ടി വന്നാലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇസ്രായേൽ ജനത്തിൽ കാണുന്ന ചില ആത്മീക നന്മകളുണ്ട്. ഹല്ലേലൂയ. പ്രതികൂലമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ചില ആത്മീക നന്മകളുണ്ടാകും. അതിനെക്കുറിച്ചുള്ള ചില ആത്മീയ വിചാരങ്ങൾക്ക് വേണ്ടി ഈ നിമിഷങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുവാനായി പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, അവർ ദേവാലയ ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും അവരുടെ ആത്മീയ ജീവിതത്തിന്റെ മൂല്യങ്ങൾ കൈമോശം വരാതെ അവർ അതിനെ പരിപാലിക്കുന്ന ചരിത്രം വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ ഉണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന ഈ കോവിഡ് കാലഘട്ടത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പുകൾ ഒത്തിരി വേദപുസ്തകം നൽകിയിട്ടുണ്ട്. മഹാമാരികൾ, പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, മനുഷ്യജീവിതം അഭിമുഖീകരിക്കേണ്ടതാണെന്ന് വേദപുസ്തകം യുഗങ്ങളായി നമ്മളോട് അരുളപ്പാട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിസന്ധികളിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇസ്രായേൽ ജനം കാത്തു സൂക്ഷിച്ച അവരുടെ ആത്മീക മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ആത്മീക മൂല്യങ്ങൾ നഷ്ടമായി പോകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രവാസ ജീവിതത്തിൽ ഭരണാധിപന്മാർ അവരുടെ കായികക്ഷമതയെ കവർന്നെടുത്തു, അവരുടെ സൗഭാഗ്യങ്ങളെ കവർന്നെടുത്തു, അവരുടെ കുഞ്ഞുങ്ങളെ കവർന്നെടുത്തു. എന്നാൽ അവരുടെ ആത്മീക മൂല്യങ്ങളെ കവർന്നെടുക്കുവാൻ അവർ അനുവദിച്ചില്ല എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ശദ്രക്, മേശക്, അബേദ്നെഗോ, ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഇതാ ഒരാജ്ഞ പുറപ്പെടുകയാണ്. അടുത്ത നിമിഷം തമ്പുരു, നാദസ്വരം, കുഴൽ ഒക്കെയായിട്ട് വാദ്യഘോഷങ്ങൾ പുറപ്പെടുകയാണ്. ആരവങ്ങൾക്കിടയിൽ ഒരവസരം നിങ്ങൾക്ക് തരില്ല. രാജാവ് ഉയർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചാൽ ജീവനോടെ നിങ്ങൾക്ക് വരുന്ന ആളുകൾ നിലനിൽക്കുവാനായിട്ട് കഴിയും. ഈ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിൽക്കുന്ന ഈ ചെറുപ്പക്കാർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ശരി, രാജാവ് ഉയർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. അവർ നിൽക്കുന്ന സാഹചര്യങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ആത്മീക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ അവർ തങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത മനോഹരമായ മൂല്യങ്ങൾ നിറഞ്ഞ ജീവിതമായി ഈ പ്രവാസ ജീവിതത്തിൽ ഈ ചെറുപ്പക്കാർ നമുക്ക് മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുകയാണ്. പ്രതിസന്ധികളെ പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആത്മീക മൂല്യങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. കാരണം വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ ലോകം ഇതിലും പ്രയാസമേറിയ കാലങ്ങളിലൂടെ കടന്നു പോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് അരുളപ്പാട് നൽകുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. സ്തോത്രം. വേദപുസ്തകത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയും അതിന്റെ അമൂല്യതയും ഇത് തന്നെയാണ്. വരും കാലങ്ങളിലെ ഭാരങ്ങളെ കുറിച്ച്, വരും കാലങ്ങളിൽ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു വേദപുസ്തകം. അങ്ങനെ ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ട ചില പുതിയ കാലത്തിന്റെ പ്രവാചകന്മാരുണ്ട്. അവരെ ഓർത്ത് പലപ്പോഴും നമുക്ക് ദയനീയത തോന്നാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ 2020 കുറിച്ചൊക്കെയുള്ള പ്രവചനങ്ങൾ നമ്മൾ 2019 അവസാനങ്ങളിൽ കേട്ടതാണ്, അല്ലേ?
വിടുവായത്തങ്ങൾ പറയുന്ന ചില പ്രവാചകന്മാരുടെ ഒരു കാലമായിരുന്നു. അവർ പറഞ്ഞു 2020 അനുഗ്രഹങ്ങളുടെ അക്ഷയ കനി തുറക്കുന്ന ഒരു വർഷമാണ്. ഇയർ ഓഫ് പ്ലെന്റി. വർഷം വരുവാൻ പോവുകയാണ്. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹങ്ങളുടെ വർഷം വരുവാൻ പോവുകയാണ്. 2020 കുറിച്ച് പ്രവചിച്ചു. ഇന്ന് ഈ പ്രതിസന്ധികൾ നടന്ന സമയത്ത് അവരെ ആരെയും നമ്മൾ കാണുന്നില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ വലിയ പ്രവാചകന്മാരായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിച്ച് ദൈവവചനങ്ങളിലും പ്രവചനങ്ങളും നിങ്ങൾ നൽകിയിരുന്നെങ്കിൽ നിങ്ങളന്ന് പറയേണ്ടിയിരുന്നത് 2020 അഭിമുഖീകരിക്കേണ്ടി വരുവാൻ പോകുന്നത് വലിയ കൊടിയ പ്രയാസങ്ങളെയാണ്, മഹാമാരികളെയാണ്, പകർച്ചവ്യാധികളെയാണ്. ദൈവജനം ഒരുങ്ങിയിരുന്നു കൊള്ളുവാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയുവാൻ കഴിയില്ല? വേദപുസ്തകം വരും കാലങ്ങളിലെ നമ്മുടെ നന്മകളെ മാത്രമല്ല, നമ്മൾ കടന്നു പോകേണ്ട ചില വേദനകളെ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തും. എന്തിനെന്ന് ചോദിച്ചാൽ, അവിടെ തകർന്നു പോകാതെ നിൽക്കുക. ദൈവം നമ്മളോട് കൂടെയുണ്ട് എന്ന് വെള്ളപ്പാട് നൽകിയിട്ടുണ്ട്. പ്രവാചകനെ നഹുമൊക്കെ പറയുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരികയാണ്. കോട്ട കത്തുകൊള്ളുക, അരമുറുക്കുക, നീ തയ്യാറായിക്കൊള്ളുക. ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുവാൻ പോവുകയാണ്. ക്രിസ്തുമസ് ആഘോഷം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു നോക്കുകയാണ്. വിവിധത്തിലൊക്കെ അത് നമ്മൾ ആഘോഷിച്ചു. അവിടെ യോസേഫും മറിയയും കൂടി തങ്ങളുടെ പൈതലിനെ വന്യവയോധികനായ പുരോഹിതനായ ശിമയോന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. ശിമയോൻ ആ പൈതലിനെ ഏറ്റുവാങ്ങിയിട്ട് പ്രാർത്ഥന, നാഥ ഇതിനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമേ, ഇസ്രായേലിന്റെ രക്ഷ എൻ്റെ കണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ പറഞ്ഞു മാറുമ്പോൾ അമ്മ മറിയയോടൊരു കാര്യം പറയുന്നുണ്ട്. കാര്യം ഇതൊക്കെയാണെങ്കിലും നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നു പോകുന്ന നേരമുണ്ടാകും. നീ തയ്യാറായിരിക്കണം. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ തയ്യാറായി നിൽക്കണം. അവിടെ പിന്മാറി പോകുവാൻ ഇടവരരുതാണ്. ഈ പുതിയ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ, നിങ്ങൾ ദൈവനാമത്തെ വല്ലാതെ ദുഷിപ്പിച്ചില്ലേ? നിങ്ങൾ ക്രൈസ്തവതയെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസിത പാത്രമാക്കി തീർത്തില്ലേ? പരിഹാസത്തിന്റെ നിങ്ങൾ നൽകിയില്ലേ? ഇനി നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത്? ഈ പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തോട്, ഈ ജനത്തോട് നിങ്ങൾക്കിനി എന്താണ് പറയുവാനായിട്ടുള്ളത്? നിങ്ങൾ അമ്മയെ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാനാണ് മനുഷ്യ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതങ്ങളിലൊക്കെ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഇതുപോലുള്ള പ്രയാസങ്ങൾ, കെടുതികൾ, മറുതികൾ, ക്ഷാമങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവജനം നിൽക്കുന്നത് ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയവച്ച് നിൽക്കുന്നവരാണ്. ആ പ്രവാസങ്ങളിൽ അവർ ആ ക്രൈസ്തവ മൂല്യങ്ങളെ കൈവിട്ട് കളഞ്ഞില്ല. നമ്മൾ ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. പട്ടിണിയും ഒക്കെയാണെങ്കിൽ തന്നെയും ആ സിംഹങ്ങളുടെ ഗുഹയിൽ ഈ മനുഷ്യൻ തൻ്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. പ്രതികൂലങ്ങളെ നാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? പ്രതികൂലങ്ങളെ എങ്ങനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? അനുകൂലമായ സാഹചര്യങ്ങളെ പലപ്പോഴും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. പ്രതികൂലങ്ങളെ എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? പ്രതികൂലങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചറിയാം നമ്മളിലെ ക്രൈസ്തവതയെ, നമ്മളിലെ വിശ്വാസത്തിന്റെ ഉറപ്പിനെ നമ്മൾ പ്രതികൂലങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടാൽ നമുക്കത് തിരിച്ചറിയുവാനായിട്ട് ഒരു കാര്യമുണ്ട്. ഈ പ്രതികൂലങ്ങളിലാണ് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് എന്ന് ദൈവം നമ്മെ അറിയുന്നത് നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലാണ്. ഇതുകൊണ്ട് ഈ രാത്രിയുടെ പ്രാർത്ഥനാ നേരങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രവാസ കാലഘട്ടത്തിൽ ദൈവജനം അവരുടെ ജീവിതത്തിലെ എല്ലാം കവർന്നെടുക്കപ്പെട്ടപ്പോഴും അവർ കാത്തു സൂക്ഷിച്ച ഒരനുഭവമുണ്ട്. അവർ സ്വന്തമാക്കിയ, അവർ ഇതപര്യന്തം പരിപാലിച്ച ആത്മീക മൂല്യങ്ങളെ, ആത്മീക നന്മകളെ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കവർന്നെടുത്ത് കളയുവാൻ ആരെയും അനുവദിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിച്ചു നിർത്തുന്നത് ഇതിങ്ങനെയാണ്: മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, കർത്താവിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് ആരും അത് അവളിൽ നിന്ന് കവർന്നു കളയുകയില്ല. ഒരു പ്രതിസന്ധികളും അവളുടെ ഉള്ളിലെ ദൈവകൃപയെ കവർന്നു കളയുകയില്ല, അവരുടെ ഉള്ളിലെ ആത്മീക മൂല്യങ്ങളെ കവർന്നു കളയുകയില്ല. അങ്ങനെ നമ്മൾ നിൽക്കുക, മുന്നോട്ട് പോവുക. ഏത് പ്രതിസന്ധികളിലും നമ്മളോടൊപ്പം ഒരാളുണ്ട്. അത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ ദൈവം നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ തലയിൽ നിന്നൊരു തലമുടി പൊടിഞ്ഞു പോയാൽ അത്
മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നത് ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ട്. ഈ നാളുകളിൽ നമ്മൾ ഉയർത്തിയ, നമ്മൾ കണ്ടെത്തിയ ആത്മീക മൂല്യങ്ങൾ ഉറച്ചു നിൽക്കുക ദൈവകൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്, പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഇവർ കടന്നു പോകുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ട ആരാധനയുടെയും ദേവാലയ ബന്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. അവിടെ അവർ മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, ഞങ്ങളുടെ കിണരങ്ങൾ അലരി വൃക്ഷങ്ങളുടെ ശിഖരങ്ങളിൽ തൂക്കിയിട്ട് സിയോൻ ഗീതങ്ങളെ ഓർത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കാര്യമുണ്ട്, അവർ തങ്ങളുടെ സംഗീതത്തെ അവർ ഒരുനാളും വിട്ടുകളയുന്നില്ല, മറന്നു കളയുന്നില്ല. ഈ പ്രവാസ ജീവിതം, കൈപ്പേറിയ പ്രവാസ ജീവിതം, കനലെരിയുന്ന പ്രവാസ ജീവിതത്തിലൂടെ ഈ ജനം കടന്നു പോകുമ്പോഴും ഈ പ്രവാസ ജീവിതം അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ സംഗീതം തെറ്റിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ച പ്രവാസ ജീവിതം, ഈ പ്രവാസ ജീവിതത്തിന്റെ താളം തെറ്റിയ, അവരുടെ സംഗീതം നഷ്ടപ്പെട്ട ഈ അനുഭവങ്ങളിൽ അവരുടെ ആത്മാവിന്റെ ആനന്ദമായ യെരൂശലേമിന്റെ സംഗീതത്തെ അവർ മറന്നു കളയുന്നില്ല എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമാണ്. അവർക്കറിയാം യെരൂശലേമിന്റെ സംഗീതത്തിന്റെ മഹത്വം. ദൈവാനുഭവങ്ങളിൽ, ആരാധനയിൽ അവർ അർപ്പിച്ചപ്പോൾ അവരനുഭവിച്ച ആത്മാവിന്റെ ആനന്ദം അവർക്കറിയാം. നമ്മൾ വായിക്കുന്നുണ്ട്, ദേവാലയം ഒരുക്കപ്പെട്ടു, യെരൂശലേം ദേവാലയം ഒരുക്കപ്പെട്ടു. വേർതിരിക്കപ്പെട്ട സംഗീത ശുശ്രൂഷകർ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവചനം നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു തേജസ്സിന്റെ അനുഭവമായിട്ട് യെരൂശലേം ദേവാലയത്തിൽ നിറച്ചു എന്ന് നമ്മൾ വായിക്കുക. അപ്പോൾ ആ യെരൂശലേം ദേവാലയത്തിൽ നിറച്ച തേജസ്സിന്റെ സംഗീതം, ആത്മാവിന്റെ ആനന്ദമായ സംഗീതം അവരൊരു നാളും നഷ്ടപ്പെടുത്തി കളയുന്നില്ല. പോയ കാലങ്ങളെ അവർ ഒരിക്കലും മറക്കുന്നില്ല. പ്രിയമുള്ളവരെ, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോയേക്കാം. എങ്കിലും പോയ കാലങ്ങളിൽ, പിന്നിട്ട കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ച ആത്മീയ നന്മകളെയും ആത്മീയ കരുതലുകളെയും നമ്മൾ സ്വന്തമാക്കിയ ആത്മീയ അനുഭവങ്ങളെയും നമ്മൾ മറന്നു പോകാതിരിക്കുക. വരും കാലങ്ങളിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ പോയ കാലങ്ങളിലെ ആത്മീയ നന്മകളെ കുറിച്ച് ഓർത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. ഹല്ലേലൂയ. ലോകത്തിന്റെ പോക്ക് ഈ വിധമാണ് എങ്കിൽ പലപ്പോഴും ഇനിയുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ പോയ കാലങ്ങളിലെ ആത്മീയ അനുഭവങ്ങളുടെ നിറവിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ദൈവജനത്തിനുണ്ടാകും. അപ്പോൾ നമ്മളെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണുന്നത്? മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലാണ് 10 പേർ മണവാളനെ എതിരേൽക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. 10 പേര്. പേരെ കുറിച്ച് ഇങ്ങനെയുണ്ട്, 10 പേരുടെ കയ്യിലും വിളക്കുണ്ട്, വിളക്കിലെണ്ണയുമുണ്ട്. എന്നാൽ 5 പേർ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും കരുതിയവരാണ്. 5 പേർ പാത്രത്തിൽ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും കരുതിയവരാണ്. അപ്പോൾ ഒരു കരുതലിന്റെ മനോഭാവം. മണവാളൻ വരാൻ വൈകിയാലും നമ്മുടെ ജീവിതത്തിൽ ആത്മീയ കരുതലുകൾ കൊണ്ട് മണവാളൻ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് പറയുന്നു. നമുക്ക് മറ്റേ 5 പേരിൽ നമ്മൾ കാണുന്നത് ഒരു കൃത്യമായ അലംഭാവമാണ്. ഇതൊക്കെ മതി. ഈ സമയത്തിൽ മണവാളൻ വരികയാണെങ്കിൽ മണവാളനോടൊപ്പം പോകാം, അല്ലെ? അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ മണവാളം വരണം, ഞങ്ങളുടെ വിളക്കിലെ എണ്ണ മാത്രമേ ഉള്ളൂ, ആ സമയത്ത് വന്നിരിക്കണം എന്നൊക്കെയുള്ള ഒരു അലംഭാവം. ഇങ്ങനെയൊക്കെ മതി, കാര്യങ്ങൾ ഇതൊക്കെ മതി എന്നുള്ള ചിന്ത. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ലഭിക്കുന്ന നിമിഷങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയും ആത്മാവിന്റെ നിറം, ഒരു ആത്മീയ കരുതലിന്റെ അനുഭവവും നമുക്കുണ്ടാകണം. വരും കാലങ്ങൾ പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിലനിൽക്കുവാനായി ഒരാത്മീയ കരുതലെന്നോണം നമ്മൾ പ്രാപിച്ചെടുക്കേണ്ട പോയ കാലത്തിന്റെ ആത്മീയ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിലാണ് ഈ ബാബേൽ നദികളുടെ തീരത്ത് എത്തിയിരിക്കുന്നത്. അവരുടെ ആ ഒരു പ്രത്യേകത നോക്കിയാകട്ടെ. അവരുടെ ഉള്ളിലെ സംഗീതം യെരൂശലേം ദേവാലയത്തിന്റെ സംഗീതമാണ്. അവർ നിൽക്കുന്ന നാടിന്റെ സംഗീതങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അവർ നിൽക്കുന്ന സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ അവർ തയ്യാറാകുന്നില്ല.
അവർ നിൽക്കുന്ന സാഹചര്യത്തിന് അനുരൂപപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർ തയ്യാറാകുന്നില്ല. കാര്യം പറഞ്ഞാൽ അവർ നിൽക്കുന്ന കാലത്തിന്റെ സംസ്കാരങ്ങളെ ജീവിതത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് പോയ നാടുകളിൽ അവർ അനുഭവിച്ച യഥാർത്ഥ സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. ഇന്ന് ഈ കാലഘട്ടം എങ്ങനെയൊക്കെ പോവുകയാണല്ലോ. പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്, എല്ലാവർക്കും പോകാൻ പറ്റുകയില്ല. എന്നാൽ ഇത് കാര്യമാക്കിയിട്ടുള്ള ചില ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലെ. ഇന്നത്തെ പലപ്പോഴും നമ്മൾ കാണുന്നത് എല്ലായിടത്തും നല്ല തിരക്കാണ്. മാർക്കറ്റിൽ നല്ല തിരക്ക്, മാളുകളിൽ നല്ല തിരക്ക്, സൂപ്പർ മാർക്കറ്റുകളിൽ നല്ല തിരക്കാണ്. എല്ലായിടത്തും എല്ലാവരും പോകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം, ദേവാലയത്തിലേക്കുള്ള ക്ഷണം ലഭിക്കുമ്പോൾ പറയും പള്ളിയിൽ വരാൻ പറ്റില്ല, പള്ളിയിൽ നിറയെ കോവിഡാണ്, പള്ളിയിൽ നിറയെ കൊറോണ വൈറസ് ആണെന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അപ്പൊ ഈ കാലത്ത് അല്പനേരം ദേവാലയങ്ങൾ അടച്ചിട്ട് നമ്മൾ വീടുകളിൽ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും നിൽക്കുവാനുള്ള ചില നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ എന്നാൽ ഇതൊരു കാര്യമാക്കിക്കൊണ്ട ഇനി പള്ളികളിലേക്ക് ഇല്ല എന്നുള്ള ചിന്തകളും മടിയൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പലരുടെയെങ്കിലും ജീവിതത്തിലേക്ക് അവരോട് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ നിൽക്കുന്ന കാലത്തിന്റെ ആ സംസ്കാരങ്ങളിലേക്കും ആ കാലത്തിന്റെ ഒത്തൊഴുക്കിലും പെട്ടുപോകാതെ ഒന്ന് മാറി നിൽക്കണം. നമ്മൾ മാറി നിൽക്കണം. കാരണം നമ്മൾ അനുഭവിച്ചത് എത്രയോ വലിയ സന്തോഷങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ അനുഭവിച്ചത് എത്രയോ വലിയ ആനന്ദങ്ങളാണ്. നമ്മൾ ഏറ്റുവാങ്ങിയ എത്രയോ വലിയ സ്വർഗീയ സന്തോഷങ്ങളാണ്. അത് ഏറ്റുവാങ്ങുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്ന്, പ്രവാസ കാലഘട്ടങ്ങളിൽ ദേവാലയത്തിൽ നഗരയാണെങ്കിലും ദൈവിക മൂല്യങ്ങളെ അവർ ഉയർത്തി നിൽക്കുകയാണ്. പോയ കാലങ്ങളിലെ ആ ആത്മീയ സംഗീതങ്ങളെ, ആത്മീയ ആരാധനകളുടെ സന്തോഷങ്ങളെ ഇന്നും മറന്നു പോകാതെ അതിൽ നിലനിൽക്കുകയാണ്. അതൊരു ഇന്ധനമാക്കിക്കൊണ്ട് അവർ നിലനിൽക്കുകയാണ്. അത് ഞാൻ പറഞ്ഞതൊരു ആത്മീയ കരുതൽ. അന്നത്തെ ഓർമ്മകളെ ഒരു ഇന്ധനമാക്കിക്കൊണ്ട് ഈ നാളുകളിലേക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരനുഭവം ഇസ്രായേലിൽ ലഭിക്കുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇങ്ങനെയൊക്കെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ പ്രവാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ കാലം അവർക്ക് വേണ്ടി ഇടപെടുകയാണ്. കാലത്തിന്മേലുള്ള ദൈവത്തിന്റെ ഇടപെടലാണ്. കാലത്തിന്മേലുള്ള ദൈവത്തിന്റെ ഇടപെടൽ വരുമ്പോൾ അവർക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. ചില രാജാക്കന്മാരെയൊക്കെ ദൈവം തമ്പുരാൻ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ചില രാജാക്കന്മാരെയൊക്കെ അവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കുന്നു. ചില സാഹചര്യങ്ങളെ അവർക്ക് വേണ്ടി അനുകൂലമാക്കുന്നുണ്ട്. രാജാവ് നിർമ്മിക്കുന്നുണ്ട്, നീ എന്തിനാണ് കരയുന്നത്? ഒരു മനുഷ്യൻ പറയുന്നു, എൻ്റെ നാടിനെ കുറിച്ച് ഓർത്ത് ഞാൻ കരയുകയാണ്, എൻ്റെ നാടിൻ്റെ ഭാരങ്ങളെ, എൻ്റെ നാടിൻ്റെ പ്രയാസങ്ങളെ ഓർത്ത് ഞാൻ കരയുകയാണ്. ഇങ്ങനെ ചില ആളുകളൊക്കെ അവിടങ്ങളിൽ ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉണരുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം അവർക്ക് അനുകൂലമായിട്ട് ഇടപെടുകയാണ്. അപ്പോൾ ആയിരങ്ങൾ പതിനായിരങ്ങൾ അവരുടെ സ്വപ്നഭൂമിയായ, വാഗ്ദത്ത ഭൂമിയായ സ്വപ്ന നഗരത്തിലേക്ക് മടങ്ങുവാനുള്ള സാഹചര്യങ്ങളെ അവർക്ക് വേണ്ടി ഒരുക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് സെരുബ്ബാബേൽ, നഹമ്യ, യസ്ര, ഈ തുടങ്ങിയ ഇങ്ങനെയുള്ള പ്രവാചകന്മാരിലൂടെ, ഇങ്ങനെയുള്ള പുരോഹിതരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ഒരു മടക്കത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ വരികയാണ്. നമ്മൾ ആ ഭാഗം നഹമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആ ഭാഗം നമ്മൾ കാണുന്നുണ്ട്. അവർ മടങ്ങി വരുന്ന സന്ദർഭങ്ങളിൽ ചുറ്റുവട്ടത്തുള്ള സമൂഹങ്ങളിലെ ആളുകൾ ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ സാഹചര്യങ്ങളൊക്കെ ദൈവം അനുകൂലമാക്കും. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ ദൈവം അനുകൂലമാക്കും. ഒരു വിശ്വാസത്തിന്റെ ഒരു വലിയ ചുവടുവയ്പ്പാണ്. അബ്രഹാമിനോട് പറയുന്നു, നീ ആ കൂടാരത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്, നിനക്ക് വേണ്ടി ഒരു വലിയ സമൂഹമായിട്ട് നിന്നെ മാറ്റുവാൻ ദൈവം തയ്യാറാണ് എന്ന് അരുളപ്പാട് ലഭിക്കുമ്പോൾ ആ വാക്ക് കേട്ട് ഇറങ്ങുവാൻ അബ്രഹാം തയ്യാറാകുമ്പോൾ സാഹചര്യങ്ങളൊക്കെ അബ്രഹാമിന് അനുകൂലമാവുകയാണ്. ഇവിടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നിൽക്കുവാനും തയ്യാറാകുമ്പോൾ ഈ പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് സാഹചര്യങ്ങളൊക്കെ അവർ അനുകൂലമാക്കും. അങ്ങനെ അവരുടെ നാട്ടിലേക്ക് മടങ്ങുന്നു. ഇവിടെ പ്രതീക്ഷയുടെ ഭൂമിയിലേക്ക്, അവരുടെ സ്വപ്നഭൂമിയിലേക്ക് മടങ്ങുന്ന അനുഭവങ്ങളെ നാം പുസ്തകത്തിൽ വായിക്കും. അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അവരുടെ നഷ്ടപ്പെട്ടു ദേവാലയ ബന്ധത്തിൽ നിന്ന് ആ ദേവാലയ ബന്ധത്തിലേക്ക് യെരൂശലേം നഗരത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ മടങ്ങി വരുന്ന അവരുടെ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്,
ഒരു റെസ്റ്റോറേഷൻ നടത്തുന്നുണ്ട്. അവിടെ ചെയ്യുന്നത്, ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് മുടങ്ങിക്കിടന്ന ആരാധനകളെ സജീവമാക്കുകയാണ്. ഹല്ലേലൂയ. അവർ മുടങ്ങിക്കിടന്ന ആരാധനകളെ സജീവമാക്കിയാണ്. പോയ കാലങ്ങളിൽ അവർ അനുഭവിച്ച ആത്മീയ സന്തോഷങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ ഒരു റെസ്റ്റോറേഷൻ അവർ നടത്തുന്നു. ഒരു വീണ്ടെടുപ്പ്, ഒരു പുനഃസ്ഥാപനം. മുടങ്ങിക്കിടന്ന ആരാധനകളെ അവർ സജീവമാക്കി. ഇപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ആരാധനകളാ സന്തോഷത്തോടുകൂടി ആരംഭിക്കുകയാണ്. രണ്ടാമത് അവർ ചെയ്യുന്നത് ഒരു റീഓർഗനൈസേഷൻ, റെസ്റ്റോറേഷൻ. അത് കഴിഞ്ഞ് രണ്ടാമത് ഒരു റീഓർഗനൈസേഷൻ ചെയ്യുകയാണ്. കാര്യങ്ങൾക്കൊക്കെ ചില പുനഃക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. ഒരു കാരണവശാലും ദൈവാനുഭവങ്ങളിൽ നിന്ന് നഷ്ടമായി പോകാതിരിക്കാൻ, നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ കാര്യങ്ങളിൽ ചില പുനഃക്രമീകരണങ്ങൾ നടത്തുകയാണ്. ഒരുപക്ഷെ ഈ 82ാമത്തെ കൺവെൻഷൻ നമുക്ക് തൽക്കാലം കോവിഡ് ആണല്ലോ എന്ന് കരുതി നമുക്കൊന്ന് മാറ്റിവെക്കാം. എന്നാൽ പുതിയ ക്രമീകരണങ്ങളിലൂടെ സാധ്യതകളെ കണ്ടെത്തിക്കൊണ്ട് ദൈവനാമം ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും ഇങ്ങനെ ഒരു ക്രമീകരണം നമ്മൾ ചെയ്തിരിക്കുകയാണ്. ആ ദിവസങ്ങളെ സ്മരിച്ചുകൊണ്ട് 82 വർഷത്തിന്റെ ദൈവിക നടത്തിപ്പുകളെ ഓർത്തുകൊണ്ട് ഈ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ദൈവിക ബന്ധത്തെ നിലനിർത്തുവാനുള്ള ശ്രമമാണ് ഇവിടുത്തെ നമ്മുടെ ഐക്യ കൺവെൻഷനിൽ നമ്മൾ കാണുന്നത്. ഇതൊരു റീഓർഗനൈസേഷനാണ്. സാഹചര്യങ്ങൾക്ക് അനുസരണമായ റീഓർഗനൈസേഷൻ. ദേവാലയത്തിന് മുന്നിൽ സാനിറ്റൈസർ ഉണ്ടാകണം, വരുന്നവരുടെല്ലാം പേരുകൾ രജിസ്റ്റർ ചെയ്യണം, പിന്നെ തെർമൽ സ്കാനിങ് വേണം. അപ്പോൾ ഇതെല്ലാം പുനഃക്രമീകരണങ്ങളാണ്. ആ പുനഃക്രമീകരണങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ദൈവിക ബന്ധത്തെ വീണ്ടെടുക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് റീഓർഗനൈസേഷൻ നമ്മുടെ ആത്മീയ ജീവിതങ്ങളിൽ സംഭവ്യമാകുന്നതെന്ന് ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. മൂന്നാമത് അവിടെ ഒരു കാര്യം സംഭവിക്കുന്നത് ഒരു റിഫോർമേഷൻ. ഒന്ന് റെസ്റ്റോറേഷൻ, രണ്ട് റീഓർഗനൈസേഷൻ, മൂന്ന് സംഭവിക്കുന്നത് ഒരു റീഫോർമേഷനാണ്. നാളുകളായിട്ട് ദൈവവചനം കേൾക്കുവാൻ കഴിയാതെ ദൈവജനം ഭാരപ്പെടുന്നുണ്ട്. നയപ്രമാണത്തിന്റെ വാക്കുകളും വരികളും അന്യമായിക്കൊണ്ടിരുന്ന ഈ സന്ദർഭത്തിൽ മടങ്ങി വരവിൽ അവർ റീഫോർമേഷനിലേക്ക് വരുന്നുണ്ട്. പുരോഹിതനായ എസ്ര അങ്ങനെ നയപ്രമാണത്തിന്റെ ചുരുളുകൾ അങ്ങോട്ട് വായിച്ചു കേൾപ്പിക്കുകയാണ്. അവരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. എല്ലാവരും കരഞ്ഞു, എല്ലാവരും കരഞ്ഞു. സാത്താനും വേണം, ഞങ്ങളത് തെറ്റുപറ്റി, ഞങ്ങൾ വികടമായി നടന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ അനുതാപത്തിന്റെ അനുഭവത്തിനായി ഞങ്ങൾ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും കരഞ്ഞു എന്ന ആ വേദഭാഗം പറയുകയാണ്. ആ കണ്ണുനീരിൽ നിന്ന്, ആ അനുതാപത്തിന്റെ ശുശ്രൂഷയിൽ നിന്ന് ഒരു റിഫോർമേഷൻ ആരംഭിക്കുകയാണ്, ഒരു നവീകരണം ആരംഭിക്കുകയാണ്. മനോഹരമായ ഒരു ആത്മീക കാഴ്ചപ്പാടുകളെ വീണ്ടെടുക്കുന്ന അനുഭവങ്ങളായ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ പ്രവാസാനന്തര കാലഘട്ടം മാറുകയാണ്. ദൈവജനമേ, നമ്മൾ ഈ ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസകാലങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ചില വർത്തമാന കാലഘട്ട സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്താട്ടെ. ഈ മൂല്യങ്ങളെ, ക്രൈസ്തവ മൂല്യങ്ങളെ സൂക്ഷിക്കുക. സ്തോത്രം. കൂടാനുകൂടി ദൈവങ്ങളുള്ള ഈ മണ്ണിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ക്രൈസ്തവ വൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടക്കുവാൻ കഴിഞ്ഞ തന്നെ നമ്മുടെ വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. യേശു എന്ന ആ വലിയ സന്തോഷത്തെ, യേശു എന്ന വലിയ സ്നേഹത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിർത്തുവാൻ കഴിയുന്നതിന്റെ എത്ര ഭാഗ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സമൂഹത്തോട് പറയുന്നു, ദൈവജനമേ, നിങ്ങളിലേക്ക് പകർന്ന ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകരുത് എന്ന് സഹപ്രവർത്തിക്കാരനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലേക്ക് പകർന്ന ദൈവത്തിന്റെ കൃപ വ്യർത്ഥമായി പോകരുത് എന്ന്. നമ്മളിലേക്ക് പകർന്ന ദൈവത്തിന്റെ കൃപ, കരുണാമനായ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകിയെന്നുള്ളതാണ്. യേശുവിനെ അറിയുവാൻ, യേശുവിന്റെ ചുവടുകളിൽ സഞ്ചരിക്കുവാൻ, യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ, യേശുവിന്റെ വിടുതലിനെ അനുഭവിച്ചറിയുവാൻ, യേശു എന്ന വലിയ സത്യത്തിന്റെ ഭാഗമായി തീരുവാൻ ദൈവം നമുക്കൊരവസരം നൽകിയിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ആ കൃപ വ്യർത്ഥമായി പോകരുത് എന്ന്. ആ ക്രൈസ്തവതയുടെ മൂല്യങ്ങളെ
അടിയുറച്ചു നിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥന. നാം നമ്മൾ വായിച്ചത് പോയ കാലങ്ങളിലെ സംഗീതങ്ങളെ, പോയ കാലങ്ങളിലെ ആത്മാവിന്റെ ആനന്ദങ്ങളെ മറക്കാത്തവരായിട്ട് മുന്നോട്ട് പോകാം. മറവി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ പ്രയാസമാണ്. ഒരിക്കലും മറക്കാതെ മുന്നോട്ട് പോകുക ദൈവിക നടത്തിപ്പുകളെ. ആവർത്തന പുസ്തകം 8-12 ഇങ്ങനെ തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളെ മരുഭൂമിയിലൂടെ നടത്തിയില്ലേ, അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്കുള്ള പ്രയാണത്തിൽ വരണ്ട മണ്ണിലൂടെ നിങ്ങളുടെ പിതാക്കന്മാർ അറിയാത്ത മന്ന നൽകിക്കൊണ്ട് തീക്കൽ പാറയിൽ നിന്ന് നിങ്ങൾക്ക് ജലം നൽകിക്കൊണ്ട് നിങ്ങളെ നടത്തിയവരെയോ. നിങ്ങൾ വാഗ്ദത്ത നാട്ടിലെത്തി ഫലഭൂയിഷ്ടമായ സാഹചര്യങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ നടന്നു വന്ന കാലങ്ങളെ മറന്നു പോകരുത്. ഇവിടെ ആ ദൈവജനം ആ ഒരു സന്തോഷവും നിങ്ങൾക്ക് സൂക്ഷിക്കും. പിന്നെ മടക്കത്തിന്റെ അനുഭവങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരണമായിട്ട് അവർ തങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെയും നൈർമല്യതയെയും അവരുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെയും ആത്മീയ അനുഭവങ്ങളെയും വീണ്ടെടുക്കുക. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഈ വിശുദ്ധ നിമിഷങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, അവസാനമായി പറയുവാനുള്ള ഒരു കാര്യം, നമ്മൾ ഈ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കാണുന്നവരായിരിക്കുക. ക്രിസ്തുവിനെ കണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. 2ാം ലോക മഹായുദ്ധ കാലത്ത് ഫ്രാൻസിലെ ഒരു ദേവാലയം യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്താണ് ഒരു മുറിവേറ്റ പട്ടാളക്കാരനെ ചികിത്സിക്കേണ്ട, ശുശ്രൂഷിക്കേണ്ട ഒരു ചുമതല ഒരു ഡോക്ടർക്കുണ്ടാകുന്നു. എല്ലാം തകർക്കപ്പെട്ട് യുദ്ധം അതിൻ്റെ പ്രയാസങ്ങളിൽ ഇങ്ങനെ പോകുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധഭൂമിയിലാണ് മുറിവേറ്റ ഈ പട്ടാളക്കാരൻ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവിടെ ആ ഫ്രാൻസിലെ ഒരു ദേവാലയം, ഒരു സാധാരണ ദേവാലയം, ഒരു ചെറിയ ദേവാലയം, ആ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ഈ മുറിവേറ്റ പട്ടാളക്കാരൻ ഇങ്ങനെ കിടക്കുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, അനസ്തറ്റിക്സ് എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, എന്നാൽ എത്രയും വേഗം നിനക്കൊരു സർജറി തന്നേ മതിയാകുള്ളൂ, ഒരു സർജറി നടത്തിയേ മതിയാകുള്ളൂ, നിന്റെ ജീവന്റെ തുടിപ്പുകളെ തിരികെ എടുക്കുവാൻ, നിന്റെ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ ഒരു സർജറി നടത്തിയേ മതിയാകുള്ളൂ. ഞാനത് ചെയ്യുവാൻ പോവുകയാണ്. അനസ്തറ്റിക്സ് തരാതെ, നിന്നെ ബോധം കെടുത്താതെ ഒരു സർജറി നടത്തുവാനായിട്ട് പോകണം. നിനക്കത് കഴിയുമോ? നീ എന്താണ് പറയുന്നത്? അപ്പോൾ ഈ മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ പട്ടാളക്കാരൻ ആ ദേവാലയത്തിൻ്റെ അൾത്താരയിലുള്ള ക്രൂശിന്റെ രൂപത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കിടക്കും. ഇങ്ങനെ ആ കണ്ണ് ചുമ്മാതെ ആ ക്രൂശിന്റെ രൂപത്തിലേക്ക് നോക്കിക്കിടക്കും. ഡോക്ടർ ചോദിക്കുന്നു, നീ എന്ത് പറയുന്നു? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ആ ക്രൂശിന്റെ രൂപത്തിലേക്ക് നോക്കിക്കിടക്കുവാൻ കഴിയുമ്പോഴാണ് എനിക്കെല്ലാം സാധിക്കുമെന്ന്, എനിക്കെല്ലാം മാനേജ് ചെയ്യുവാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കാം പ്രിയമുള്ളവരെ, ആ ക്രൂശിന്റെ രൂപത്തിലേക്ക് എനിക്ക് എത്ര സമയം നോക്കി ഇങ്ങനെ കിടക്കുവാൻ കഴിയുമോ ആ സമയങ്ങളിലൊക്കെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് മാനേജ് ചെയ്യുവാൻ കഴിയുമെന്നാണ്. ജീവിതത്തിന്റെ കൊടിയ പ്രതിസന്ധിയിൽ യേശുവിനെ നോക്കിക്കൊണ്ട് ആ യേശു എങ്ങനെയായിരുന്നു തൻ്റെ ജീവിതത്തിന്റെ നാളുകളെ അഭിമുഖീകരിച്ചതും അതിജീവിച്ചതും പ്രതിസന്ധികളൊക്കെ. മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. മോസസും ഏലിയാവും ഒക്കെ ആയിട്ട് തേജസ്സിന്റെ മലയിൽ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, യേശുവിന്റെ മരണത്തെക്കുറിച്ച്. അപ്പോൾ ആ പട്ടാളക്കാരൻ പറഞ്ഞു, ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിക്കിടക്കുവോളം എനിക്ക് കാര്യങ്ങളെ മാനേജ് ചെയ്യുവാൻ, എനിക്കിത് മാനേജ് ചെയ്യുവാനായിട്ട് കഴിയുമെന്ന് അദ്ദേഹം പറയുക. പ്രിയമുള്ളവരെ, ഒന്ന് നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തിന്റെ നാളുകളെ ക്രമീകരിക്കുവാൻ ക്രിസ്തുവിനെ കാണുക. 2, ക്രിസ്തുവിലൂടെ കാണുക. ക്രിസ്തുവിനെ കണ്ടാൽ മാത്രം പോരാ, ഇനി നമ്മൾ ക്രിസ്തുവിലൂടെ കാണുവാൻ കൂടി നമ്മൾ തയ്യാറാണ്. ക്രിസ്തുവിലൂടെ ചുറ്റുപാടുകളെ കാണുക, ക്രിസ്തുവിലൂടെ ഭവനത്തെ കാണുക, ക്രിസ്തുവിലൂടെ സഭയെ കാണുക, ക്രിസ്തുവിലൂടെ ലോകത്തെ കാണുക. എത്ര ശ്രേഷ്ഠകരമാണ്! തന്റെ തന്നെ കാഴ്ചപ്പാടുകളിലൂടെ മാത്രമാണ് സക്കായി തന്റെ ചുറ്റുപാടുകളെ കണ്ടിരുന്നത്. തന്റെ തന്നെ മാത്രം കാഴ്ചപ്പാടുകളാണ്, അദ്ദേഹത്തിന് മാത്രം കാഴ്ചപ്പാടെന്ന് പറയുന്നത് തനിക്ക് വേണ്ടി കാര്യങ്ങളെയൊക്കെ സമ്പാദിക്കുക, ആരെ വെട്ടിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആരെ ചതിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, തന്റെ കാര്യങ്ങളെ ശരിയാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സക്കായിയുടെ തന്റെ തന്നെ കാഴ്ചപ്പാട്. ക്രിസ്തുവിലൂടെ കാണുവാൻ, ലോകത്തെ കാണുവാൻ കഴിയുമ്പോൾ
എന്തൊരു പ്രകാശമാണ് സഖായിയുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്, എന്തൊരു സമാധാനമാണ് സഖായിയുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്. മറ്റേ പ്രമാദത്തില് സഖായിയെ കാണുന്നവർ പറഞ്ഞു, സഖായിയുടെ മുഖത്ത് എന്തൊരു പ്രഭയാണ്. കാരണം സഖായി ക്രിസ്തുവിലൂടെ പല കാര്യങ്ങളെയും കാണാൻ പഠിക്കുകയാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്, വർഷങ്ങൾ പലതും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തുവിനെ കണ്ടും ക്രിസ്തുവിലൂടെ കണ്ടും നമുക്ക് നമ്മുടെ ജീവിത വഴികളെ മുന്നോട്ട് നയിക്കാനുള്ള അവസരങ്ങളെ ദൈവം നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ഇതൊന്നുമല്ല, ഇനി ഇതിലും ഒരുപക്ഷെ കൊടിയ പ്രയാസങ്ങൾ, കൊടിയ പ്രശ്നങ്ങൾ വരും. വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ടല്ലോ, അതാദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ്. വേദപുസ്തകം സത്യത്തിന്റെ പുസ്തകം. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മകളെയും ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ തിന്മകളെയും കൂടി വരച്ചു കാട്ടുന്ന ഒരു സത്യവേദ പുസ്തകമായിട്ട് ശുദ്ധവചനം നമുക്കുണ്ട്. ദാവീദിന്റെ ശ്രേഷ്ഠതയെയും ദാവീദിന്റെ വീണുപോയ പോകുന്ന ഇടങ്ങളെയും ജീവിത പ്രയാസങ്ങളെയും കൂടി വേദപുസ്തകം നമുക്ക് വരച്ചു കാട്ടും. അങ്ങനെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളെ നിശ്ചയമായിട്ട് ഇനിയും ഒരുപക്ഷെ ഇതിലും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി പോകുന്നത് നമുക്ക് മുന്നോട്ട് തന്നെ പോയേ മതിയാകും. അല്ല, ഇവിടെ ഒരൊറ്റ ചിന്തയാണ്, ഇവിടെ കർത്താവ് നമ്മളോട് കൂടി, ഇവിടെ കർത്താവ് നമ്മളോട് കൂടി. 137 സങ്കീർത്തനം, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അനലവൃക്ഷങ്ങളിൽ മേൽ ഞങ്ങൾ ഇവിടെ കിന്നരങ്ങളിൽ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങൾ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചിന്തിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് ഇങ്ങനെ: യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് ഉണ്ടാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇടിച്ചു കളവിൽ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ യഹോവയ്ക്കായി യഹോവ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. പോയ കാലങ്ങളിലെ അനുഭവങ്ങളെ ദയവിറക്കുന്നു. തികഞ്ഞ വേദനയോടും കണ്ണുനീരോടും ഓർക്കുന്ന ഈ സങ്കീർത്തനമാണ് 137 നമ്മുടെ 82 ഈ സുവിശേഷ യോഗത്തിന്റെ കൺവെൻഷൻ അനുഗ്രഹത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുകയായിരുന്നു. നിശ്ചയമായി ഇതൊരു പുതിയ അനുഭവമാണല്ലോ ഈ കാലഘട്ടത്തിൽ. നമുക്ക് ഈ വചനങ്ങൾ ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഒപ്പം ഇങ്ങനെ ഒരു അവസരം നൽകിയ ഇതിൻ്റെ നടത്തിപ്പുകാരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. സാൽവേഷൻ ആർമി സഭയുടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ സഭകൾക്ക് വേണ്ടിയും എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നൽകുകയാണ്. ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെട്ട് നമുക്ക് സമാധാനം നൽകട്ടെ. ഒപ്പം ഈ ജീവിത സാഹചര്യങ്ങളെ നമ്മളെ വിലയിരുത്തുവാനും പരിശോധിക്കുവാനും ജീവിത വഴികളെ കൃത്യതയോടെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവ് കരുണ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഞാൻ യുവാക്കൾക്ക് വിരാമം വിടുകയാണ്. ദൈവം നമ്മുടെ നിയമമായ നിങ്ങളിലേക്ക് മാറാകട്ടെ. ഇന്നത്തെ യോഗത്തിലെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായിട്ട് ശ്രീ KP ഫിലിപ്പ് അവറുകളെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്ന മേജർ ജോയ് ജോസഫ് സാർ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ വർഗീസ് പി ജോൺ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ഈ യോഗം ദൂരത്തു നിന്ന് പുതിയ മാധ്യമത്തിൽ കൂടെ ശ്രവിക്കുന്ന ഏവരുമേ, നിങ്ങൾക്കേവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഇന്നത്തെ യോഗത്തെ അധ്യക്ഷത വഹിച്ചത് മേജർ ജോയ് ജോസഫ് സാറാണ്. അദ്ദേഹം തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ കൂടെ ഈ കാലഘട്ടത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തി, വേദപുസ്തകത്തിലുള്ള നോഹ യോന
പൗലോസ്, ശീലാസ് എന്നിവരുടെ ജീവിതത്തിൽ കൂടി എടുത്തു പറഞ്ഞല്ലോ. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയെ നാം ഏറ്റെടുക്കേണ്ടതാണ്. സുവിശേഷത്തിൻ്റെ പ്രസക്തി ഇന്നും നശിച്ചിട്ടില്ല എന്ന് നമ്മളെ ഉദ്ബോധിപ്പിച്ചല്ലോ. ഇന്നത്തെ മുഖ്യ സന്ദേശം തന്നത് മേജർ ജസ്റ്റിൻ ബി രാജാണ്. അദ്ദേഹം മാവേലിക്കര സാൽവേഷൻ ആർമി ഡിവിഷണൽ കമാൻഡർ ആയിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യ സന്ദേശം കോവിഡ് മഹാമാരിയും വചനത്തിൻ്റെ പ്രസക്തിയും സംബന്ധിച്ചുള്ളതായിരുന്നുവല്ലോ. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള നാളുകളിൽ വചനത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഏത് മഹാമാരിയെയും പിടിച്ചു നിൽക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മാധ്യമം ഉപയോഗിച്ച് ഈ വചനം നിങ്ങളിൽ എത്തിക്കുവാൻ അനേകർ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർ ഗായക സംഘത്തിനും നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ വർഷത്തെ ഈ കൺവെൻഷൻ്റെ നാമത്തിലുള്ള നന്ദി ഞാൻ പ്രത്യേകം പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. ഇന്ന് മുഖ്യ സന്ദേശം നൽകിയ ജസ്റ്റിൻ ബി രാജ് അവരോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ നന്ദി പ്രകാശിപ്പിക്കാൻ ഉപയോഗിച്ചു കൊള്ളട്ടെ. ഈ കൺവെൻഷന് നേതൃത്വം നൽകിയ പ്രസിഡൻ്റ് അച്ഛന്മാരെയും കൺവെൻഷൻ ഭാരവാഹികളെയും പ്രത്യേകം നന്ദി അർഹിക്കുന്നു. അവരോടുള്ള നന്ദിയും ദൈവനാമത്തിൽ ഞാൻ ഈ കൺവെൻഷൻ്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഈ അവസരം എനിക്ക് നൽകിയ പ്രസിഡൻ്റ് അച്ഛനെയും വൈസ് പ്രസിഡൻ്റ് അച്ഛന്മാരെയും മേജർ ജോയ് ജോസഫ് സാറിനെയും ഞാൻ എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. ഇന്നത്തെ ഈ വചനം പുതിയ മാധ്യമത്തിലൂടെ ശ്രദ്ധയോടെ ശ്രമിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ കാലത്തിലും ഇങ്ങനെയൊരു സംരംഭത്തിലല്ല നമ്മൾ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്, നേരിട്ടാണ് പ്രസംഗം കേട്ടുകൊണ്ടിരുന്നതെങ്കിലും ഈ വർഷം വളരെ ഉത്സാഹത്തോടെ ഇതിൽ ശ്രമിച്ച എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ പ്രകാശിപ്പിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇന്നത്തെ കൺവെൻഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നമുക്ക് കണ്ണുകളടയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ 82ാമത് കൺവെൻഷൻ്റെ 2ാമത്തെ ദിനത്തെ യോഗം പര്യവസാനിക്കുകയാണ്. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ ഈ നല്ല അവസരത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ നിറഞ്ഞ ആ സാഹചര്യത്തിലൂടെ ഈ നാളുകൾ ഞങ്ങൾ കടന്നു പോയപ്പോൾ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷന് മേലെ അവിടെ സാന്നിധ്യമുള്ളതിനായി സ്തുതിക്കുന്നു. കൊടുകുളഞ്ഞ ഈ പ്രദേശത്ത് കഴിഞ്ഞ 82 വർഷമായി യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ അനുസ്യൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളെക്കാൾ തികച്ചും വിഭിന്നമായിട്ട് ഈ വർഷം ഇപ്രകാരം ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ എൻ്റെ ഭാരവാഹികൾക്ക് ദൈവം അരുളപ്പാട് കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
ഇന്നലെ നടന്ന കൺവെൻഷന് വേണ്ടി സ്തുതിക്കുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമെടുത്ത് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മുഖ്യപ്രാസംഗിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് 3 ദിനം നടക്കുന്ന കൺവെൻഷനിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളുടെ മേലും അവിടുത്തെ അനുഗ്രഹം ധാരാളമായിട്ട് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മഹാമാരിയിൽ നിന്ന് ലോകമെമ്പാടും വലിയൊരു വിടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ദൈവസേനയുള്ള വിശ്വസ്തയോടുകൂടിയുള്ള പ്രാർത്ഥന ഈ നാളുകൾ വിടുതലൊരുക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ക്രിസ്മസ് ഞങ്ങൾക്ക് വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പുതുവർഷത്തിൻ്റെ നല്ല നാളുകളിൽ വളരെ പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാണപ്പെടുന്ന സങ്കടങ്ങളും ഭാരങ്ങളും കണ്ണുനീരും ദുഃഖവും മുറവിളിയൊക്കെയും കടന്നുപോയി പ്രത്യാശയോടും സന്തോഷത്തും കൂടി എല്ലാവരും ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്ന് ഒരുമിച്ചിരുന്ന് ആരാധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ വരും നാളുകൾ കർത്താവെ അവിടുന്ന് സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ യോഗത്തിൽ അവിടെ സാന്നിധ്യം വരുന്നതിനായ സ്തോത്രം. സകലവും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. പ്രാർത്ഥനകൾ കുമാരാകണമേ. ആമേൻ. ആശീർവാദം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശീർവദിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സഹവാസം കാവലും ഇന്ന് എപ്പോഴും സദാകാലം വിശ്വസിക്കാലും കൂടകുളഞ്ഞ യൂണിയൻ ക്രിസ്ത്യൻ കൺവെൻഷൻ്റെ പേരിലും തുടർന്ന് നടക്കുന്ന എല്ലാ യോഗങ്ങളുടെ പേരിലും ഇന്നും കാലാവസാനം വരെ അവിടുത്തെ കൃപയിരിക്കുമാറാകട്ടെ. ആമേൻ.